നമ്മളെ കൂടെ ഉള്ളത് ഞാൻ പറഞ്ഞു തരണ്ട ഷാഫിയാണ്. ഷാഫി എത്ര വീട് സ്പോൺസർ ചെയ്യുന്നത്? നമ്മളെ സ്നേഹവീടിൻ്റെ എൻ്റെ സ്നേഹവീട് ചാരിറ്റി ഗ്രൂപ്പായ ആ സംഘത്തിൻ്റെ കൂടെ നമ്മളെ എന്താ പറയണ്ട ഉദാരമതികളായ നിങ്ങളെ പോലുള്ള ഒരുപാട് സുഹൃത്തുക്കളെല്ലാം ചേർന്നുകൊണ്ട് 2 വീടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ അത് എത്ര വീടപ്പോൾ ടോട്ടൽ? 10 വീട്. അതായത് കമ്പളക്കാട് മയിലാടി എന്ന സ്ഥലത്ത്. അത് നമുക്ക് ഇന്നലെ നിങ്ങൾ ഒരു 6 വീടിന് കുറ്റി അതടിച്ച് അത് ദിവസം അടിച്ചല്ലേ. നമുക്ക് എന്താ പറയാ, നമുക്കിപ്പോൾ ആവശ്യം നമ്മുടെ ചുരമലുള്ള കുടുംബങ്ങൾക്ക് തണലൊരുക്കി കൊടുക്കണം. അവർക്ക് എല്ലാം ഇല്ലാതെ ഒരു രാത്രി ഉണ്ട്. ഇനി അവര് ദുരിതം അനുഭവിക്കുന്നത്. കാരണം ഇപ്പോൾ ക്യാമ്പിൽ നിന്നിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിലാണ് അവർ. ബുള്ളറ്റ്മാനാണ് ഞാനിപ്പോൾ ഉള്ളത്. വയനാട് കമ്പളക്കാട് മയിലാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കാണാനുണ്ടാവും അല്ലേ, നമ്മൾ ഷാഫി ഉണ്ട്, ഇവരുണ്ട്. അതെ, പിന്നെ നമ്മളെ ആളുകളൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ പേരെന്തേലും? പ്രമോദ്. നാസർമാൻ ഖാൻ്റെ കൂടെ ഉള്ളതാണ്. അപ്പോൾ ഇവിടെ ഇന്നലെ ഒരു 6 വീടിന് നാസർമാൻ ഖാൻ കുറ്റി അടിച്ചു. നിങ്ങൾ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. പിന്നെ അതുപോലെ നമുക്ക് ഇനി ഉള്ളത് ഒരു 10 വീടാണ്. ഇപ്പോൾ ഈ ഒരു മയിലാടി എന്ന സ്ഥലത്ത് കമ്പളക്കാട് നിന്ന് ജൂബിലി റോഡിന് തിരിഞ്ഞിട്ടാണ് ഇവിടെ ഒരു സ്പോൺസർ കിട്ടി. അതുപോലെ തന്നെ പിന്നെ ഈ ഒരു വീടിൻ്റെ വർക്ക് ഇന്നിപ്പോൾ കൊല്ലം ഷാഫി കുറ്റിയടിച്ചു. ഇനിയിപ്പോൾ പറയാനുള്ളത് ഈ വയനാട് ഭാഗത്തിൻ്റെ ചുറ്റുവട്ടത്തിലൊക്കെ സ്ഥലമാണ് വേണ്ടത്. ബാക്കിയുള്ള സാമ്പത്തിക സഹായങ്ങളൊക്കെ ഏകദേശം ആയിട്ടുണ്ട് നമുക്ക്, ക്യാഷായിട്ടും ഇതൊക്കെ ആയിട്ട്. പക്ഷേ ഇനി ഈ വീട് നിർമ്മിക്കാനുള്ള സ്ഥലമാണ്. ഒരുപാട് ആളുകൾ വീടുകൾ ഓഫർ ചെയ്തവരുണ്ട്. അപ്പോൾ ഇനി പെട്ടെന്ന്, അതായത് ഇത് നമ്മൾ ഒരു യുദ്ധകാല അടിസ്ഥാനത്തിൽ തന്നെ പറയാം, പണിക്കാരും ജോലിക്കാരൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് 4 മാസം കൊണ്ട് ഇവരെന്ന് ആ ക്യാമ്പിൽ മാറ്റാനുള്ള തയ്യാറെടുപ്പിലാണ്. കാരണം ഇവിടെ ഇനി ആ ക്യാമ്പിൽ നിൽക്കും തോറും മാനസികാവസ്ഥ അവർക്ക് മോശമായിട്ട് വരിക ചെയ്യാം. കാരണം നമ്മളൊക്കെ ഒരു ചുറ്റുപാടിൽ നമ്മളൊക്കെ ഒരു പിന്നെ മാനസികാവസ്ഥയിൽ വളരെ സന്തോഷത്തിൽ ജീവിച്ചാലാണ് ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായിട്ടുള്ളത്. അതുകൊണ്ട് അവരെ പെട്ടെന്ന് അവരെ വീട്ടിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും സഹകരിക്കുക. ഓക്കെ, അവർക്ക് എല്ലാം ഇല്ലാതെ ഒരു രാത്രി ഉണ്ട്. ഇനി അവര് ദുരിതം അനുഭവിക്കുന്നത്. കാരണം ഇപ്പൊ ക്യാമ്പിൽ നിന്നിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിലാണ് അവര്. കാരണം ഞാൻ തന്നെ ചെന്നപ്പോൾ പറഞ്ഞുള്ളൂ, കാരണം ഓരോരുത്തർക്കും ഓരോതായിട്ടുള്ള പ്രൈവസി ഉണ്ടല്ലോ. അതിപ്പോ അവിടെ നിൽക്കുമ്പോൾ സാധിക്കണം എന്നില്ല. എത്രയും പെട്ടെന്ന് മാറ്റി താമസിക്കാന്നില്ല. നമ്മൾ കോട്ടേഴ്സ് വരെ വരാന് പറ്റുമോന്ന് ചോദിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. കാരണം ഇവിടെ അങ്ങനെ ജീവിച്ച ആൾക്കാരല്ലേ. അല്ല, അവിടുന്ന് ഒരുപാട് ആളുകൾ അറിയിച്ചത്. അത് ഞാൻ രാവിലെ നിങ്ങളോട് ചോദിക്കാനുള്ള കാരണം. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് കോട്ടേഴ്സ് ഉണ്ട്. ഒരുപാട് ആൾക്കാർ ഇപ്പൊ തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ആകെ പറയാനുള്ളത്, വീട് നിർമ്മാണത്തിന് ഇഷ്ടംപോലെ നല്ല നല്ല തമിഴ്നാട്ടിലൊക്കെ ഉള്ള മഹാവ്യക്തികൾ നമ്മളെ കൂടെ ഉണ്ട്. കേരളത്തിലുള്ള നല്ല മനുഷ്യസ്നേഹമുണ്ട്. പക്ഷെ സ്ഥലമാണ് കിട്ടാനുള്ളത്. കിട്ടിയ കുറെ സ്ഥലമുണ്ട്. ഇപ്പൊ 1.25 ഏക്കർ നമുക്ക് കൽപ്പറ്റ കിട്ടിയിട്ടുണ്ട്. ദുബായിലുള്ള അൻസാരിക്കാരനാണ്. അത് നമുക്ക് നല്ലൊരു ടീം റെഡിയാണ് 20 വീട് വെക്കാൻ. അതൊക്കെ തീരുമാനമായി. പിന്നെ ഇനി അപ്പുറത്തന്നെ 20 സെന്റ് വേറെ ഉണ്ട്. അത് ഓക്കെ. എന്റെ സ്ഥലത്ത് പിന്നെ ഡൽഹി മലയാളി അസോസിയേഷൻ നമ്മളെ പിന്നെ ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ദീപ മാഡത്തിന്റെ നേതൃത്വത്തിൽ അവർക്കത് ഫുള്ള് അവരാണ് വീട് വെക്കേണ്ടത്. പിന്നെ ഒരു 1.25 ഏക്കർ കുറ്റൂർ അബ്ദുറഹ്മാനാജി എന്നുണ്ട്. അതിൽ വീട് നിർമ്മാണത്തിന് ഒരു സംഘടന ഞങ്ങൾ പോയി നോക്കി. അങ്ങനെ എല്ലാവരും രംഗത്ത്. പക്ഷെ നമുക്കിത് വാക്കുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് നടന്നിട്ടില്ല. ഇത് ഒരു 3-4 മാസം കൊണ്ട് ആ ദുരിതത്തിൽ എന്തായാലും എത്രയും സങ്കടവും ദുരിതങ്ങളും എല്ലാം അനുഭവിച്ചു. പക്ഷെ ഇനി അതിൽ നിന്ന് രക്ഷപ്പെടുത്തി അവരെ പേരിൽ സ്ഥലം രജിസ്റ്റർ ചെയ്ത് കൊടുത്ത് അവരെ സ്വന്തമായിട്ട് അവർക്കൊരു വീട് എന്ന സ്വപ്നം ഉടനെ, കാരണം എല്ലാം ഇല്ലാതായില്ലേ രാത്രി കൊണ്ട്. അപ്പൊ ഇതില് രേഖ പ്രശ്നം നമുക്ക് കിട്ടുകയാണെങ്കിൽ ഏത് ഈ ഒരു ചുറ്റുവട്ടത്തിൽ തന്നെ നല്ലത്. അതെ, ചുറ്റുവട്ടത്തിലേ പറ്റുള്ളൂ. ഒരു 20-25 കിലോമീറ്ററിനുള്ളില്. അപ്പൊ നമുക്ക് ധൈര്യമാണ്. ഒരുപാട് ദൂരം പോകാൻ ഇവർക്കും ഒരു മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. 100%. അപ്പൊ ഇതിങ്ങനെ കിട്ടിയപ്പോ നമ്മളെ കൊല്ലം സാഫി ഉണ്ടല്ലോ, നമ്മളെ പാട്ടുകാരനെ, ആ മനുഷ്യ സ്നേഹികൾ 2 വീട് വെക്കാൻ അവിടെ വന്നിട്ടുള്ളത്. അൽഹംദുലില്ലാ. അങ്ങനെ കുറെ നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുക. പടച്ചോനെ മുതലാണ് നമ്മളെ എത്തുള്ളത്. നമുക്ക് ആർക്കും മുതലില്ല. പള്ളിക്കാട്ടിൽ നമ്മളൊക്കെ വ്യത്യാസമില്ലാത്ത കൂടെ കോടീശ്വരനും നമ്മളൊക്കെ അങ്ങനെ നമ്മളെ പോലെ ആഗ്രഹം വെച്ച് ജീവിച്ചോലാണ്. ഈ ദുരന്തം കാണിച്ചെന്ന് പറയുന്നത് നമ്മളെ പണക്കാരെ കോടീശ്വരന്മാരെ നിങ്ങൾക്കാണ്. ആ പണം കെട്ടിക്കിടന്ന് നിങ്ങൾ അതിന് കിടന്നുറങ്ങുമ്പോൾ നിങ്ങളെ കൊണ്ടുപോകും. ഒരു ദിവസം എത്ര വലിയ കൊട്ടാരത്തിൽ നിങ്ങൾ കിടന്നാലും പോയേ മതിയോ, കൊണ്ടുപോകും. ആ 3 വർഷത്തിനുള്ളിൽ നമുക്കും എല്ലാവർക്കും വ്യത്യാസം. പക്ഷെ ഇങ്ങനെയുള്ള എട്ടങ്ങറാവുമ്പോൾ ദുരിതം അനുഭവിക്കുമ്പോൾ നമുക്ക് പടച്ചു തന്ന സമ്പത്ത് അത് കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ദുനിയാവുന്ന ഏറ്റവും വലിയ സ്വർഗം ഇവിടുന്ന് ആസ്വദിക്കാം. മാനിപ്പോ ഇങ്ങനെ സ്ഥലം കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ മൂപ്പരെ കോണ്ടാക്ട് ചെയ്തു ഞാൻ. അപ്പൊ അവരെ കൂടെ തന്നെ അങ്ങോട്ട് ചേരാന്ന് വിചാരിച്ചു. കാരണം ആദ്യം ഈ പദ്ധതി പൂർത്തീകരിച്ചു കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് ഇവര്. എത്രയും യുദ്ധകാലാടിസ്ഥാനത്തിൽ എത്രയും പെട്ടെന്ന് മാനൊക്കെ പറഞ്ഞ പോലെ കുറെ പ്രശ്നങ്ങൾ ക്യാമ്പിൽ, അത് എല്ലാരും കൂടെ ഒരുമിച്ച് ഉണ്ടാകുമ്പോൾ അങ്ങനെയാണ്. ചിലർക്ക് അങ്ങനെ ജീവിച്ച് ശീലമില്ലാത്തവർക്ക്. അപ്പൊ ആ പ്രയാസം ഒരു 4-5 മാസത്തിൻ്റെ ഉള്ളിൽ തീർത്തു കൊടുത്ത് പെട്ടെന്ന് ഇവരെ ഒരു സ്വന്തം വീട്ടിൽ കയറ്റി കൊടുക്കുക എന്ന് പറയുമ്പോൾ
അതിന് സാധ്യമാകുന്ന ടീമിന്റെ കൂടെ ഇതിലും വലിയ ആദ്യം പുണ്യം ചേരാൻ നമുക്ക് ചെയ്യാനില്ല. അതാണ് തീർച്ചയായിട്ടും കാരണം ഞാൻ കടപ്പുറത്ത് ജീവിക്കുന്ന ഒരാളാണ്. എപ്പോഴാണ് കടൽ കയറി വരുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഓടിയെത്താൻ ഇതുപോലുള്ള മനുഷ്യന്മാരുണ്ടാവണമെങ്കിൽ നമ്മൾ ഇന്ന് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചാൽ നാളെ നമുക്ക് വേണ്ടി ആരെങ്കിലും ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത്രയും നല്ല വലിയ മനസ്സുള്ള മനുഷ്യന്മാരെ കൂടെ ഇന്നത്തെ ഈ ഒരു വൈകുന്നേരം കൂടാൻ കഴിഞ്ഞാൽ ഒരു വലിയ സന്തോഷം മാത്രമല്ല, നമ്മൾക്ക് അഭിമാനം തന്നെ പറയണം. കാരണം ഇപ്പം എൻ്റെ മുന്നിൽ നിന്നാണ് ഞാൻ പറഞ്ഞില്ലേ ആ മനുഷ്യൻ നമ്മുടെ പേരെന്തായിരുന്നു അല്ല ഈ ജുബേട്ടൻ, അദ്ദേഹമാണ് 10 സെന്റ് ഇവിടെ ആരുടെ കൂടെ വന്നാണ്. മൂപ്പര് ഇപ്പൊ തന്നെ സ്ഥലം വാങ്ങി ഇപ്പൊ തന്നെ കൊടുക്കാന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഒരുപാട് ആളുകൾ പല സഹായങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷെ ഇനി നമുക്ക് വേണ്ട ഒരു സ്ഥലമാണ്. തീർച്ചയായിട്ടും സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാണ്. അതുകൊണ്ട് ഈ ഒരു ചുറ്റുവട്ടത്തിൽ ഈ മേപ്പാടിന്റെ ഈ ദുരന്തം നടന്നതിന്റെ ഒരു 25 കിലോമീറ്റർ ചുറ്റളവിലായിട്ട് നമുക്ക് സ്ഥലം കിട്ടുകയാണെങ്കിൽ അപകട സാധ്യത ഇല്ലാത്ത സ്ഥലങ്ങൾ കേട്ടോ. കാരണം ഇനിയും ഇങ്ങനത്തെ ഒരു രീതിയിൽ അവർ എത്തിച്ചുമ്പോൾ അവർക്കും ഒരു ബുദ്ധിമുട്ടുണ്ട്. എല്ലാവരും എന്താ പറയുക, നമ്മുടെ കഴിവിൻ്റെ പരമാവധി നമ്മളെ സമ്പത്ത് എന്താ പറയുക വിനിയോഗിക്കേണ്ട ഒരു സമയമാണ്. അതുകൊണ്ട് ഈ വീഡിയോ കാണുന്നവരൊക്കെ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഈ ഒരു ചുറ്റുപാട്ടത്തുണ്ടെങ്കിൽ നിങ്ങളോട് കഴിയുന്ന സഹായങ്ങൾ നമ്മൾ അവിടെ ക്യാമ്പിലേക്ക് ഒരുപാട് ഭക്ഷണ സാധനങ്ങളോ മറ്റും എത്തിച്ചുകൊണ്ട് അത് അവിടെ ധാരാളമായിട്ടുണ്ട്. അവരെ പുനരധിവസിക്കലാൻ നമ്മളെ ഏറ്റവും വലിയ അനിവാര്യത. അത് കണക്കിലെടുത്തുകൊണ്ട് നിങ്ങളെല്ലാവരും സഹകരിക്കുക. ഇൻഷാ അല്ലാഹ് ഒക്കെ റെഡിയാവും.